ഗുഡ് മോർണിംഗ്. ഞാൻ കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ടെ. അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു എൻ്റെ കാല് ചെറിയൊരു പണി കിട്ടിയിരിക്കുന്നത്. അത് റെഡി ആയില്ല. ഒരാഴ്ച റെസ്റ്റ് പറഞ്ഞ് ഒരാഴ്ച ഞാൻ റെസ്റ്റ് എടുക്കാൻ എനിക്ക് പറ്റിയില്ലായിരുന്നു. അപ്പം വീണ്ടും കാല് വേദനയെല്ലാം കൂടി നീരെല്ലാം കൂടിയിട്ട് വീണ്ടും 2 ആഴ്ച റെസ്റ്റ് പറഞ്ഞു. എന്നിട്ടും ശരിയായില്ല. ആ 2 ആഴ്ചക്കിടെ ഞാൻ 2 പ്രാവശ്യം വീണായിരുന്നേ. വീണ്ടും ആ കാല് തന്നെ പ്രശ്നമായി. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ ഒരു ബെൽറ്റൊക്കെ ഇട്ട് തന്നേക്ക്. ഇനിയിപ്പോൾ MRI ഒക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ പോകണം. പക്ഷേ ഞാനപ്പോൾ കുറേ ദിവസമായില്ലേ നമ്മൾ പുഴയരികിലോട്ടും എല്ലായിടത്തോട്ടും വന്നിട്ട് കുറേ ദിവസമായി. നടക്കാൻ വയ്യാത്തതുകൊണ്ട് പിന്നെ ഇന്ന് ഞാൻ അങ്ങ് പോകുന്നു. കാണിച്ചു തരാം. നമ്മുടെ വെള്ളം കയറിയിട്ട് നമ്മൾ അപ്പുറം നമ്മുടെ അവിടെ തോട്ടിൽ കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും കടവിലൊക്കെ വന്ന സ്ഥിതിക്ക് നമ്മുടെ വലയൊന്നും നമുക്ക് പൊക്കി നോക്കാവേ. എനിക്ക് വീഡിയോ എടുത്തു തരാനൊന്നും ആരുമില്ലായിരുന്നു. പായലും പൂപ്പലെല്ലാം പിടിച്ചിരിക്കും നമ്മുടെ വല. ഇവന്മാരൊന്നും പൊക്കാറില്ലെന്ന് തോന്നുന്നു. കാല് വയ്യാത്തതുകൊണ്ടേ ഇച്ചിരി ഇടങ്ങേറ. പിന്നെ സർക്കസ് അടിപൊളി. ഇന്നൊരു സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നും നമുക്ക് വരാലല്ലേ കിട്ടണേ. ഇന്ന് നമുക്ക് വേറൊരു കുട്ടപ്പനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് ഇച്ചിരി ഡേഞ്ചറാണ്. നമുക്ക് അവിടെ കൊണ്ട് വെക്കാവേ. അയ്യോ എൻ്റെ പൊന്നെ, എൻ്റെ കാലൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഇതിനെയൊക്കെ പൊക്കി ഇവിടെ വെച്ച് പൊക്കിയാലല്ലേ അത് വെള്ളത്തിലോട്ട് ചാടിക്കഴിഞ്ഞാൽ നടക്കാൻ വയ്യ കേട്ടോ. ആരും എഴുന്നേറ്റിട്ടില്ല. അല്ലെ അവന്മാരാരെങ്കിലും വിളിക്കാറുന്നേ. എന്താ ടാസ്ക്. നമ്മുടെ വല മൊത്തം ഇതുണ്ടോ. ഞാനില്ലാത്തത് കൊണ്ട് അറിയാനുണ്ട്. നമ്മുടെ വലയെല്ലാം ഇല്ലേ പൂപ്പലൊക്കെ കയറി. പച്ചപ്പായൽ. അയ്യോ, ഇവന്മാരൊന്നും ഇതൊന്നും പൊക്കാറില്ലെന്നേ. ഇതിനിവിടെ വെക്കാം. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് കിട്ടിയിട്ടുള്ള മീനാണ്. അതിനെ ഞാൻ പൊക്കാൻ നോക്കിയപ്പോഴാണെങ്കിൽ അതതിൻ്റെ കൊമ്പ് കൊണ്ടിട്ട് ആ വലയിൽ ഉടക്കി കിടക്കുമായിരുന്നേ. നല്ല പാടായിരുന്നു. കൈകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അതിൻ്റെ കൊമ്പ് കൊള്ളും കേട്ടോ. അങ്ങനെ ഞാൻ ഭയങ്കര എന്തെന്ന് പരിശ്രമം ആ പരിശ്രമത്തിനിടക്കാണ് അതിനെ ഞാനൊന്ന് കുടഞ്ഞ് താഴോട്ട് ഇട്ടിട്ടുള്ളത്. ഇത് കണ്ടോ, അത് ഉടക്കി കിടക്കുവാണേ. കാണാവാ, കണ്ടോ കൊമ്പുണ്ടേ, കൊമ്പ്. അയ്യോ ഇതിനെ ഞാൻ കൊണ്ട് ഇട്ടിട്ട് വരാം. കൊമ്പുള്ള കൊണ്ടിട്ട് ഇനി എടുക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. ഇനി കണ്ടോ നമുക്ക് കിട്ടിയത് ഇവനായിരുന്നേ, കാരി. ഇതിനെ നമ്മുടെ ഇവിടെ കാരിമീൻ എന്നൊക്കെ പറയും കേട്ടോ. ചിലരിതിനെ മുഷീന്നും പറയും. ഇത് നമ്മുടെ വീടിൻ്റെ അവിടെയെല്ലാം ഈ തോട്ടിലൊക്കെ പണ്ട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇപ്പം കാണാനില്ല. ഇതിൻ്റെ 2 സൈഡിലും 2 മുള്ളുണ്ട്. രാവിലെ ഞാനൊരു കൊലപാതകം നടത്തി. ഇത് കണ്ടോ, ഇതിനെ കൊന്നിട്ടാണ് ഇപ്പോൾ കൈ പിടിച്ചിരിക്കണേ. അല്ലാണ്ട് നമുക്ക് ഇതിനെ പിടിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇത് കൊമ്പ് കണ്ടോ. ഇവിടെ ഒരു കൊമ്പിലല്ല ഞാൻ പിടിച്ചേക്കണേ. ആ കൊമ്പുണ്ടല്ലോ, കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വേദനയായിരിക്കുമേ. അത് കൊണ്ടിട്ട് നമ്മളവന് ഇങ്ങനെയാണ് കൊണ്ടുപോകണത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം കേട്ടോ. ടാറ്റാ.